മാങ്കുളം അപകടവുമായി ബന്ധപ്പെട്ട് 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു സംഭവമാണ്. എന്തായിരുന്നാലും വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലത്ത് നേരിട്ടെത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം നമ്മോടൊപ്പമുണ്ട്. സാറ്, ഈ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? അവിടെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഒരു കുത്തനെയുള്ള ഇറക്കവും വലിയൊരു വളവുമുണ്ട്. അപ്പോൾ അവിടെ മതിയായ സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവർ ഈ നാട്ടുകാരനല്ല, അപ്പോൾ ഈ വഴി പരിചയമില്ലാത്ത ആളായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അമിത വേഗതയിലാണ് വന്നത്. വാഹനം ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി റോഡിൽ നിന്ന് സ്കിഡ് ചെയ്ത് മാറി. വണ്ടി ഇങ്ങനെ ടയർ മാർക്കുണ്ട്, അപ്പോൾ വണ്ടി ഒന്ന് ചരിഞ്ഞിട്ട് ഇടതുവശത്തെ വീലിൽ മാത്രമായിരിക്കണം ഓടിയിരിക്കുന്നത്. എന്നിട്ട് പോയി ബാരിക്കേഡിൽ തട്ടി അവിടുന്ന് വണ്ടി താഴത്തേക്ക് മറിയുകയാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ഈ ആളുകൾ, അവിടെയുള്ള ആളുകളെല്ലാം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോഡ് നിർമ്മാണത്തിലെ ഒരു അശാസ്ത്രീയത. അത് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് PWD അധികാരികൾ വരുന്നുണ്ട്, അവർ പരിശോധിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരെത്തിയാൽ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. വഴി ശരിക്ക് ഒരു വലിയൊരു വളവായതുകൊണ്ട് നമുക്ക് വഴി ശരിക്കും ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല. അവിടെ ഒരു ഭിത്തി പോലെയുണ്ട്, അപ്പം മുന്നിലെ ഭാഗം ശരിക്കും കാണാൻ പറ്റില്ല. പിന്നെ വലിയൊരു ഇറക്കവുമാണ്. ഇത് ശരിക്ക് ഡ്രൈവർ ഓവർ സ്പീഡായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തുക, റിപ്പോർട്ടുകൾ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവും. ഇതിൻ്റെ കൂടുതലായിട്ട് പരിശോധന കമ്പൈൻഡ് PWD അതുപോലെ അധികാരികൾ ചേർന്നിട്ട് കൂടുതൽ പരിശോധന ഉണ്ടാകും. എന്നിട്ട് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. ഇതിന് മുമ്പും അപകടം നടന്നിട്ടുള്ള ഏരിയ ആണല്ലേ? അവിടെ ഇതിനു മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതെ, തീർച്ചയായും. എന്തായിരുന്നാലും അത്തരത്തിലാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.